നിങ്ങൾ ശരിക്കും ജീവിക്കുകയാണോ അതോ വെറുതെ എരിഞ്ഞു തീരുകയാണോ? ഒരു നിമിഷം നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണത്, അല്ലേ? ഇന്നത്തെ ഈ ഒരു വിശകലനത്തിൽ നമ്മൾ ഈയൊരു ചോദ്യത്തിന്റെ ആഴങ്ങളിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മുടെ എല്ലാം ഉള്ളിൽ നമ്മൾ പോലും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു തീ കെടാതെ കത്തുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു നിമിഷം ഒന്ന് നിർത്തി ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഓരോ ദിവസവും ശരിക്കും ജീവിക്കുന്നു എന്നൊരു ഫീൽ തരുന്നുണ്ടോ? അതോ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു അസംതൃപ്തിയുടെ തീ ഇങ്ങനെ എരിയുന്നത് പോലെയാണോ തോന്നുന്നത്? സത്യം പറഞ്ഞാൽ ഇത് നമ്മളിൽ പലരും നമ്മളോട് തന്നെ ചോദിക്കാൻ മടിക്കുന്ന, ചിലപ്പോ ഭയക്കുന്നൊരു ചോദ്യമാണ്. ഈ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ഒരു വലിയ സംഘർഷമാണ്. നോക്കൂ, ഒരു വശത്ത് സന്തോഷവും സമാധാനവും ആഴത്തിൽ അനുഭവിക്കാൻ കഴിവുള്ളവരാണ് നമ്മൾ. ശരിക്കും പറഞ്ഞാൽ ആനന്ദത്തിന്റെ മക്കളാകേണ്ടവർ. പക്ഷെ മറുവശത്തോ, നമ്മുടെ യാഥാർത്ഥ്യം എന്താണ്? ഒരിക്കലും തീരാത്ത ആഗ്രഹങ്ങളുടെ ചങ്ങലയിൽ പെട്ടുപോയ അടിമകളെ പോലെയാണ് നമ്മൾ. പുറമേക്ക് നോക്കിയാൽ നമ്മളെല്ലാം ഓക്കെയാണ്. നമ്മൾ ജോലിക്ക് പോകുന്നു, ചിരിക്കുന്നു, കൂട്ടുകാരുമായി കറങ്ങുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും കാണാതെ ഉള്ളിൻ്റെ ഉള്ളില് ഒരുതരം എരിച്ചിൽ. നമ്മളിൽ പലർക്കും അത് അനുഭവപ്പെടാറില്ലേ? ഈ അസംതൃപ്തിയുടെ തീ ഇന്നത്തെ കാലത്തൊരു സാധാരണ കാര്യമായി മാറിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് തുറന്നു സംസാരിക്കാറില്ല. അതാണ് സത്യം. അപ്പോ ഈ എരിച്ചില് മാറ്റാൻ നമ്മൾ സാധാരണയായി എന്താണ് ചെയ്യാറുള്ളത്? പക്ഷേ ഒരു വിരോധാഭാസം എന്താണെന്ന് വച്ചാൽ, നമ്മൾ കണ്ടെത്തുന്ന പരിഹാരങ്ങൾ പലപ്പോഴും ഈ തീയെ കൂടുതൽ ആളിക്കത്തിക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ജാംകൃത ക്രൂഗ് പോലെയാണ്. സ്റ്റെപ്പ് 1, നമുക്ക് കൂടുതൽ എന്തെങ്കിലും വേണമെന്നൊരു തോന്നല് വരുന്നു, ഉള്ളിലൊരു എരിച്ചില്. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? സ്റ്റെപ്പ് 2, ആ തീയണയ്ക്കാൻ നമ്മൾ അതിലേക്ക് കൂടുതൽ പണം, വിജയം, നേട്ടങ്ങൾ, ഇതിനെല്ലാം ഇന്ധനം പോലെ ഒഴിച്ചുകൊടുക്കും. നമ്മൾ വിചാരിക്കുന്നത് ഇതാ തീ അണയ്ക്കുമെന്നാണ്. പക്ഷെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? സ്റ്റെപ്പ് 3, ആ തീ അത് കൂടുതൽ ശക്തിയോടെ ആളിക്കെത്തുന്നു. ഇതൊരു കോമൺ സെൻസ് അല്ലേ? തീയിൽ എണ്ണ ഒഴിച്ചാൽ അത് കിടുന്നതിന് പകരം കൂടുതൽ ആളിക്കത്തുകയുള്ളൂ. എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ നമ്മൾ ഇതേ തെറ്റാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ നേടുംതോറും നമ്മുടെ ആഗ്രഹങ്ങളുടെ തീ കൂടുകയല്ലാതെ കുറയുന്നില്ല. അപ്പൊ എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്? അടിസ്ഥാനപരമായ ഒരു തെറ്റായ വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത്, പുറത്തുനിന്നുള്ള എന്തെങ്കിലും, ഒരു പുതിയ കാറോ ഒരു പ്രമോഷനോ അല്ലെങ്കിൽ കൂടുതൽ പണമോ നമ്മളെ പൂർണ്ണരാക്കും എന്നൊരു വിശ്വാസം. നമ്മൾ അപൂർണരാണ് എന്ന ഈ ഒരു ചിന്തയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ശരി, അപ്പോ എന്താണിതിനൊരു പരിഹാരം? രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനുള്ള ഉത്തരം പുതിയ ടെക്നോളജിയിലോ സെൽഫ് ഹെൽപ്പ് ബുക്കുകളിലോ അല്ല, മറിച്ച് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ജ്ഞാനത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. നമ്മൾ കേൾക്കാൻ പോകുന്നത് യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ വാക്കുകളാണ്. 1981 അഖണ്ഡജ്യോതി എന്ന പ്രസിദ്ധീകരണത്തിൽ അദ്ദേഹം പങ്കുവെച്ച, ഇന്നും ഒരു തരി പോലും പ്രസക്തി കുറയാത്ത ഒരു സത്യം. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉത്കണ്ഠയും അസംതൃപ്തിയും ഒരു ചിതയാണ്. പക്ഷെ ആ ചിത മരിച്ചവരെ അല്ല കത്തിക്കുന്നത്, ജീവനോടെ ഇരിക്കുന്ന നമ്മളെ തന്നെയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളെ ഓർത്ത് നമ്മൾ സ്വയം എരിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ളവ ആസ്വദിക്കാൻ മറന്നുപോകുന്നു. ഇതിലെന്തു ബുദ്ധിയാണുള്ളത്? അദ്ദേഹം തുടരുകയാണ്, നമ്മുടെ അടങ്ങാത്ത ആഗ്രഹങ്ങൾ അഥവാ തൃഷ്ണ ഒരു തീയാണ്. അതിലേക്ക് നിങ്ങൾ എത്ര ഇന്ധനം ഒഴിച്ചാലും അത് കെടില്ല, കൂടുതൽ ആളിക്കത്തുകയുള്ളൂ. അപ്പൊ ഇതിന്റെ പരിഹാരം കൂടുതൽ നേടുന്നതല്ല, പിന്നെയോ ശരിയായ ധാരണ അഥവാ മനസ്സിലാക്കലാണ്. സമജ്, അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്. അപ്പൊ എന്താണ് ഈ ധാരണ? സിംപിളായി പറഞ്ഞാൽ, പരിഹാരം പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ് എന്ന തിരിച്ചറിവാണത്. ആഗ്രഹങ്ങളുടെ തീയണയ്ക്കാൻ നമുക്ക് കൂടുതൽ വസ്തുക്കൾ വേണ്ട. വേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടിലൊരു മാറ്റമാണ്. ഈ ഒരു തിരിച്ചറിവ് മാത്രം മതി, എല്ലാം മാറും. ശരി, ഈ ധാരണ എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ നല്ലതാണ്. പക്ഷെ ഇതെങ്ങനെ നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം? അതിനുള്ള വഴിയാണ് സംതൃപ്തിയുടെ ജലം. നമുക്ക് നോക്കാം. സംതൃപ്തി അഥവാ സന്തോഷ്, ഈ വാക്ക് കേൾക്കുമ്പോൾ പലരും തെറ്റുധരിക്കും, ഇത് മടിയാണെന്നോ ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണെന്നോ ഒക്കെ. പക്ഷെ അതല്ല സത്യം. സംതൃപ്തിയുടെ ശരിയായ അർത്ഥം എരിയാതെ മുന്നോട്ട് കുതിക്കുക എന്നതാണ്. അതായത്, നിങ്ങളുടെ ലക്ഷ്യങ്ങളൊന്നും ഉപേക്ഷിക്കുകയല്ല വേണ്ടത്, മറിച്ച് ആ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ പായുന്നത് ഉള്ളിലെ എരിച്ചിലോടെ ആവരുത്, സമാധാനത്തോടെ ആവണം. അതാണ് വ്യത്യാസം. അപ്പം നമ്മുടെ മുന്നിലിപ്പോൾ 2 വഴികളുണ്ട്. ഒന്നാമത്തേത് അത്യാഗ്രഹത്തിന്റെ തീയുടെ വഴി. അത് നമ്മളെ എപ്പോഴും എനിക്കിനിയും വേണം, ഇത് പോരാ എന്ന് പറയിപ്പിച്ചുകൊണ്ട് അപൂർണതയുടെ തീയിൽ എരിയിച്ചുകൊണ്ടേയിരിക്കും. രണ്ടാമത്തേത് സംതൃപ്തിയുടെ ജലത്തിന്റെ വഴി.
അത് നമ്മളെ സമാധാനത്തോടെ പരിശ്രമിക്കാനും ഉള്ളതിനെ വിലമതിക്കാനും ഉള്ളിലൊരു പൂർണ്ണത അനുഭവിക്കാനും പഠിപ്പിക്കും. തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നമുക്ക് നമ്മളോട് തന്നെ ഈയൊരു കാര്യം ഉറപ്പിച്ചു പറയാം: ഞാനിവിടെ ജീവിക്കാനാണ്, എരിഞ്ഞു തീരാനല്ല. ഈ ഒരു ചിന്ത നിങ്ങളുടെ ഓരോ ദിവസത്തെയും മാറ്റിമറിക്കട്ടെ. നന്ദി.